കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ ദേവന്റെ കൈകൾ നിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത അവസാനം വരെ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നും പറയും. അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പിന്നീട് അവന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ലോകത്തുള്ള സർവ്വ സന്തോഷങ്ങളും അവൻ്റെതായി തീരും എന്നൊക്കെ നിന്റെ രാമൻ തീർച്ചയായും പറയും. ശ്രീരാമ, എങ്ങനെയാ ദേവേട്ടനെ പറഞ്ഞു മനസ്സിലാക്ക? ദേവേട്ടന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വിധിയില്ല. എന്നാൽ എന്റെ ദേവേട്ടൻ സന്തോഷമായിട്ട് ജീവിക്കണം. ദേവേട്ടന്റെ കൈ പിടിച്ച് നടക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് കഴിയില്ലല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരിക്കലും അല്ല. അല്ലെന്നോ? എവിടെ? എന്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ. എങ്ങനെ ചോദിച്ചാലും എന്റെ ഉത്തരത്തിന് മാറ്റം ഉണ്ടാവില്ല. ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല. അല്ല, അതല്ല സത്യം. അതെനിക്കറിയാം. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചാലും നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. എങ്കിലും നീ അത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ ഈ വ്രതം എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എന്ന് സത്യം ചെയ്ത് എന്നോട് പറയണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നും എൻ്റെ ദുഃഖങ്ങൾ അകന്നു പോകണേ ദേവി എന്ന് പ്രാർത്ഥിക്കുന്നതും നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യ. ഇനിയെങ്കിലും സത്യം പറ. ഈ അമ്പലനടയിൽ വെച്ച്, ഈ പവിത്രമായ ഈ ആൽമര ചുവട്ടിൽ വെച്ച് ഒരിക്കലെങ്കിലും സത്യം എന്നോട് തുറന്നു പറ. നിന്റെ ഈ വ്രതം നിന്റെ ദേവേട്ടന് വേണ്ടിയല്ലേ? ശരി, നീ ഒന്നും പറയണ്ട. നിന്റെ മനസ്സ് മുഴുവൻ ഞാനുണ്ടായിട്ടും അത് തുറന്നു പറയാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതും ഞാൻ അവിടെ ഇല്ലാത്തതിന് തുല്യ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നീ ആർക്ക് വേണ്ടി വേണമെങ്കിലും വ്രതം എടുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ അതുപോലെ തന്നെ ഞാനും ആർക്കെങ്കിലും വേണ്ടി ചെയ്തോളാം. പക്ഷേങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്തുകൂടെ? ഇനി ഇതിൽ നിനക്ക് വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? കാരണം ഇത് വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നല്ലേ. എന്നാലും നമുക്കത് ഒന്നിച്ച് തന്നെ ചെയ്യാം.
എന്താ പറ്റിയ കുരുക്കളെ? എന്താ എഴുന്നേറ്റേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. നിങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവരെ തമ്മിൽ വേർപിരിക്കുന്നത് ആ ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ ഈ പൂജ മുടങ്ങിയത്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ഓരോ ദുഷ്കർമ്മങ്ങളും അവരെ ബാധിക്കില്ല. ഓരോ ദുഷ്ടശക്തികൾക്കും അവരെ വേർപിരിക്കാനാകില്ല. ഇനി മേലിൽ ഇങ്ങനെ ഒരു സാഹസത്തിന് തുനിയരുത്. എന്തായാലും ഇനി എന്നെ കിട്ടില്ല ഇതിന് കൂട്ടു നിൽക്കാൻ. ഭഗവാനെ, എന്നോട് പുറത്തേക്കണേ. വൈദേഹി ഒരു മരമണ്ടിയാണേ. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും ഓരോ വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും സാധിച്ചു കൊടുക്കല്ലേ എൻ്റെ ദൈവേ. അവളുടെ മനസ്സിൽ എന്താന്നുള്ളത് നിനക്കറിയാം. അത് മാത്രം നിറവേറ്റി കൊടുത്താൽ മതി. സത്യമല്ലേ വൈദേഹി? എനിക്ക് പൊട്ടം തൊടാൻ അറിയില്ല. നീ തന്നെ ചെയ്യ്. സാരമില്ലെന്നേ, ഞാനൊരു ഭക്തനും നീ ഒരു പൂജാരിണിയാണെന്നങ്ങ് വിചാരിച്ച പോലെ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പൂജ തുടങ്ങിക്കോ കൗസല്യേ. ആ, വീണ്ടും പൂജയോ? അടുത്ത വർഷത്തേക്കുള്ളതാ? ശ്രേയെ, നീ എങ്ങോട്ടാ പോണേ മോളെ? ഇനിയാണ് ശരിക്കുള്ള പൂജ തുടങ്ങാൻ പോകുന്നത്. എല്ലാം അറിയാവുന്ന കാലത്ത് വാചകം അടിച്ചിട്ടേ ഇപ്പൊ ഇങ്ങനെ വിവരക്കേടുകൾ എഴുന്നള്ളിച്ചാ അവര് നിന്റെ കള്ളത്തരം പിടിച്ചെടുക്കും. അതുകൊണ്ട് പൂജ കഴിയുന്നത് വരെ അവര് പറയുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വേറെ മാർഗമില്ലല്ലോ ചേച്ചി, എന്ത് ചെയ്യാനാ? ചേച്ചിയെ പോലെ പറ്റില്ലെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അല്ല ശ്രേയെ, ദേവനെ കാണുന്നില്ലല്ലോ. അമ്പലത്തിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ചല്ലേ ഇറങ്ങിയേ? എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്തോ അമ്മ. എന്തോ അത്യാവശ്യ കാര്യം കൊണ്ട് പുറകെ വന്നോളാന്നാ പറഞ്ഞേ. അതുകൊണ്ട് ചെറിയമ്മയുടെ കൂടെ ഞാൻ കാറിലിങ്ങ് പോന്നു. അതെന്താ മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുമെന്ന് കരുതിയല്ലേ ഞങ്ങളിങ്ങോട്ട് പോന്നത്. എന്നിട്ട് നീ എന്താ അവനെ ഇട്ടേച്ചു പോന്നെ? ഇട്ടേച്ചു പോരാനായിട്ട് അമ്മയുടെ ഇളയ മോനെന്താ കുഞ്ഞു വാവയാണെന്നാണോ വിചാരം? എന്താണോ അത്യാവശ്യ കാര്യം മറ്റാരെങ്കിലും കാണാനുണ്ടായിരിക്കും. ആ, ദേവനിങ്ങി വന്നല്ലോ. ഇതിനിടയ്ക്ക് നീ എവിടെ പോയതാടാ? ഒന്നിച്ചു പോയവർ ഒന്നിച്ചു തന്നെ തിരിച്ചു വരണ്ടേ? ദേവൻ തിരിച്ചെത്തിയത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വൈദേഹിയെ കാണുന്നില്ലല്ലോ. വൈദേഹി ദേവന്റെ കൂടെ വന്നില്ലായിരുന്നോ? അല്ല, വൈദേഹിയും കൂട്ടി വരാനാണോ ഇനി? നിങ്ങളെല്ലാരെയും കാലം മുമ്പ് തന്നെ വൈദേഹി എത്തി. നിന്റെ സംശയരോഗം ഇനി നിർത്തിക്കോ. എന്നിട്ട് നിന്റെ സ്വഭാവം ശരിയാക്കാൻ നോക്ക്. എന്നാൽ ഇതൊട്ടും ശരിയായില്ല ദേവ. ഇത് നിങ്ങളുടെ ആദ്യത്തെ വ്രതമായിരുന്നില്ലേ? പൂജ കഴിയണ വരെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തന്നെ വേണം. എന്തോ അത്യാവശ്യ കാര്യമെന്നല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ തനിച്ചാക്കിയിട്ട് അവൻ എങ്ങോട്ടും പോകില്ല.
പിന്നെ എന്റെ അരികത്തോട്ട് പോലും വരാത്ത ആളാണ് എന്നെ തനിച്ചാക്കി പോവാത്തത്. കല്ല് വെച്ച് നുണയല്ലേ ഇന്ദുവമ്മ പറയുന്നത്. നിനക്കറിയോ, ശ്രേയ ദേവന് വേണ്ടി വ്രതം എടുക്കുന്നു എന്നറിഞ്ഞപ്പോ അവനും അവക്ക് വേണ്ടി ഇന്ന് വ്രതം എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അവര് രണ്ടാളും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ എന്ത് തെളിവാ വേണ്ടേ? എന്ന് വെച്ചാ എന്തു മാതൃകാ ദമ്പതികളാണെന്നോ. ഒരു ഉളുപ്പുമില്ലാതെയല്ലേ ഇന്ദുമ്മ കള്ളം പറയുന്ന. നമ്മൾ മാതൃകാ ദമ്പതികളല്ലെന്ന് കരുതി മറ്റുള്ളവരും അങ്ങനെ തന്നെ ആണെന്ന് നമ്മൾ കരുതണോ ഊർമിള? അതൊക്കെ അജയന്റെ സ്വന്തം ഇഷ്ടം. പക്ഷെ ഈ കള്ളത്തരങ്ങളൊക്കെ ഒരു നാൾ പൊളിഞ്ഞോളും. ഈ പൂജയുടെ ഐതിഹ്യം എന്താന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ അല്ലേ? ഈ ചെടിയുടെ ചിത്രം നിങ്ങളുടെ മുമ്പിലുള്ള കടലാസിൽ ചന്ദനച്ചാറുകൊണ്ട് വരയ്ക്കണം. ആ ചന്ദനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭർത്താവ് ചന്ദനക്കട്ടയൊരച്ച് വർണ്ണത്തിൽ ചാലിച്ചെടുത്തതായിരിക്കണം. അതൊക്കെ ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് കൗസല്യേ. നിന്റെ മരുമോള് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ മരുമോളുടെ കാര്യത്തിൽ എന്തെത്ര സംശയം? മോനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേവ, നീ ഈ ചന്ദനൊരച്ച് വർണ്ണത്തിൽ ചാലിച്ച് മോൾക്ക് കൊടുക്ക. അല്ല, ഇതൊക്കെ വൈദേഹിക്ക് അറിയായിരുന്നോ? ഇനി പറയായിരുന്നെങ്കിലും അവൾക്കാരാ ചന്ദനം ചാലിച്ചു കൊടുക്കുക? നീ എന്താ ആലോചിക്കുന്നത്? ചന്ദനം വരച്ചെടുക്ക്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തോ ഇതെന്തിനാ നമ്മൾ ഈ ചെടിയുടെ ചിത്രം ഇങ്ങനെ വരയ്ക്കുന്നേ? നീ എന്താ കരുതിയേ? ഇതൊരു സാധാരണ ചെടിയൊന്നുമല്ല, ആൽമരമാണ്. അഭിവൃദ്ധിയുടെ അടയാളം. നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന കൽപ്പവൃക്ഷമായത്. അതിന്റെ ചിത്രം വരച്ച് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതിനോട് പറയണം. മനസ്സിലാവുന്നുണ്ടോ ദേവാ നിനക്ക്? മനസ്സിലായി. എന്തോ ചന്ദനം അരച്ചു കൊടുക്ക്. നീ ആ ചന്ദനം അരച്ചു കൊടുക്കും മോനെ. ഇനി നീ വരയ്ക്കാൻ തുടങ്ങിക്കോ മോളെ. ഊർമിളെ നോക്കിയിരിക്കാതെ വരയ്ക്കേ.
പഠിക്കുന്ന സമയത്ത് റെക്കോർഡ് ബുക്കിൽ ഇതുപോലൊക്കെ പടം വരച്ചിരുന്നെങ്കിൽ ഇപ്പൊ വല്ല ഡോക്ടറോ മറ്റോ ആയേനെ. ഇതെന്തെന്ന് ആൽമരം വരയ്ക്കാൻ പറഞ്ഞപ്പോ മുൾച്ചെടിയാണല്ലോ വരച്ചേക്കുന്നത്. എന്തായാലും മുൾച്ചെടിയെങ്കിലും വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മതി എല്ലാരും ചിരിച്ചത്. ഇവിടെ ചിത്രരചനാ മത്സരമൊന്നും നടക്കുന്നില്ലല്ലോ. അച്ചില് വാർത്ത പോലെ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റണമെന്നുണ്ടോ? ആദ്യമായിട്ടല്ലേ ശ്രേയ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നേ. അവളെ കൊണ്ടായതുപോലെ അവള് വരച്ചിട്ടുമുണ്ട്. എങ്ങനെ വരച്ചു എന്നുള്ളതല്ല, എത്ര ഭക്തിയോടെ വരച്ചിട്ടുണ്ടെന്നുള്ളതിലെ കാര്യം. ദേവ, ആ നീ എവിടെ പോവാ മോനെ? ട്രസ്റ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെയിൽ അയക്കാനുണ്ട് അമ്മേ. നേരത്തെ അയക്കേണ്ടതായിരുന്നു. അമ്പലത്തിൽ പോയതുകൊണ്ട് അത് അയക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ശരി, പെട്ടെന്ന് വരണേ. ദേവ, എന്താ ചേട്ടാ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ? ഞാനൊന്ന് ആ മെയിൽ അയച്ചിട്ട് വേഗം തന്നെ വന്നേക്കാം. ദേവേട്ടൻ എന്താ ഇവിടെ? താഴെയല്ലേ ദേവേട്ട പൂജ നടക്കുന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതിന് എനിക്ക് വേണ്ടിയുള്ള പൂജ ശരിക്കും ഇവിടെയല്ലേ നടക്കുന്നേ? പിന്നെന്തിനാ ഞാൻ അവിടെ ഇരിക്കുന്നത്? മാത്രമല്ല, ഞാൻ അരച്ചെടുത്ത ചന്ദനം ഇല്ലെങ്കിൽ നിന്റെ പൂജ പൂർണ്ണമാവില്ലല്ലോ. നിനക്ക് വേണ്ടി ഞാൻ ആ ചന്ദനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, ദേവേട്ടൻ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നേ? പൂജ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത് തെറ്റാണെന്നല്ലേ പറയുന്നേ? ദേവേട്ട ശ്രേയോടൊപ്പം പൂജ ചെയ്യേണ്ടത്. വീട്ടിലുള്ള ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ദേവേട്ടനൊന്ന് പോയേ. ആരും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എല്ലാരും പൂജയെ തന്നെ മുഴുകിയിരിക്കുക. വൈദേഹി, ഞാനെന്തിനാ ഇങ്ങോട്ട് വന്നേന്നറിയോ? ഈ ചന്ദനം ചാലിച്ചത് നിനക്ക് തരാൻ വേണ്ടിയാ. ഇതും പൂജയുടെ ഭാഗം തന്നെയാണല്ലോ. ഓ, അപ്പൊ നിനക്ക് ഈ പൂജയുടെ രീതികളൊക്കെ അറിയാലേ? അറിയാം. എന്റെ പൂജ സമ്പന്നമാവുകയും ചെയ്തു. നിന്നോടൊപ്പം പൂജ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് വെറുതെ ആയിപ്പോയല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ ചാലിച്ച് ഈ ചന്ദനമെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതി. അതും വേണ്ടല്ലേ? സാരല്ലോ വൈദേഹി, ഇതെന്റെ യോഗ. പിന്നെ അമ്പലത്തിലെ ആൽമരത്തിൽ നമ്മൾ രണ്ടുപേരും നൂല് ചുറ്റിയില്ലേ?
അത് മതിയെന്ന് ഞാൻ ആശ്വസിച്ചോളാം. നിക്ക് ദേവേട്ട. ആ ചന്ദനം ഇങ്ങ് തന്നിട്ട് പൊക്കോളൂ. അതെന്തിനാ? ഈ ചന്ദ്രൻ കൊണ്ട് നീ വീണ്ടും പൂജ തുടങ്ങാൻ പോവാണോ? വെറുതെ വേണ്ടാത്തൊന്നും കാട് കയറി ചിന്തിക്കണ്ട. പൂജാകാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതന്നാ വേണ്ടെന്നും പറഞ്ഞ് അയക്കരുതെന്നാ. അതുകൊണ്ട് അതിങ്ങ് തന്നിട്ട് പൊയ്ക്കോ. താ ദേവേട്ട. വൈദേഹി, നീ വ്രതത്തിലാന്ന് ആർക്കും അറിയില്ല. വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടാവുന്ന ഇവിടെ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ നിനക്കുള്ള പഴങ്ങൾ നിവേദ്യം കൊണ്ടുതരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പൂജാകാര്യങ്ങളിൽ മാത്രമല്ല വൈദേഹി, ആരെങ്കിലും പ്രസാദം വെച്ച് നീട്ടിയാലും അത് വേണ്ടെന്ന് പറയരുത്.